ഇപ്പം റീസെന്റ് എൻ്റെ ഇഷ്യൂന് പോലും ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു. നിലപാട് പറഞ്ഞപ്പോഴത്തേക്കിനും അതൊരു വേറൊരു പ്രോഗ്രാമിൽ പോയി പറഞ്ഞതാണ്. ആ നിലപാട് പറഞ്ഞ് അത് പിന്നെ വൈറലായി. വൈറലാവുന്ന മീഡിയാസ് ടേക്കപ്പ് ചെയ്തു. അത് ടേക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ നോക്കുന്നത് അതിൻ്റെ ഇടയിലത്തെ കമന്റ്സ് ആണ്. എൻ്റെ മെന്റാലിറ്റി ഫസ്റ്റ് പോയത് കമന്റ്സിലോട്ടാണ്. അപ്പൊ കമന്റ്സിൽ പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് ആണ്. ആൻഡ് ഓക്കെ, അപ്പം ആ പെർസ്പെക്റ്റീവ്സ് കണ്ടപ്പോഴാണ് ഐ തോട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുക്കണം, ഇത് ഇങ്ങനെയല്ല. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നു. ആൻഡ് അത് ടേക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് പിന്നെ പോയി വരുമ്പോഴത്തേക്കിനും ആൾക്കാർക്ക് ഫസ്റ്റ് ആരാ ആളെന്ന് അറിയണം. അതറിഞ്ഞപ്പോൾ പരാതി കൊടുത്തോന്ന് അറിയണം. അത് കൊടുത്തപ്പം പോലീസിൽ പരാതിപ്പെട്ടോന്ന് അറിയണം. സോ ഇവരുടെ ക്വസ്റ്റ്യൻസ് നിൽക്കത്തില്ല, ഇവരുടെ പെർസ്പെക്റ്റീവ്സ് നിൽക്കത്തില്ല. ഇനി ഞാനത് പരാതിപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ പറയാ, ഞാൻ പറഞ്ഞു നിയമപരമായിട്ട് ഞാൻ പരാതിക്കില്ല, പക്ഷെ ഇൻസൈഡ് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിലപാടില്ലാത്തവളായി. അതുവരെ നിലപാടുകാരിയായി ഞാൻ നിലപാടില്ലാത്തവളായി. അപ്പൊ ഇവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അപ്പൊ ഈ ആൾക്കാർ അല്ലെങ്കിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് ഇത് അറിയണം, ദേ വാണ്ട് ടു നോ. അപ്പൊ നമ്മളിത് അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് തീരെയില്ല.